വളരെ നേരത്തെ കണ്ടെത്താൻ സാധിച്ചാൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഉള്ള ഒന്നാണ് വായിലെ ക്യാൻസറുകൾ. ഇതെങ്ങനെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. വായുടെ ഉള്ളിൽ ചെറിയ തടിപ്പോ നിറവ്യത്യാസമോ ഒക്കെ കാണുമ്പോൾ പല ആളുകൾ പല രീതിയിലാണ് അതിനെ സമീപിക്കുന്നത്. ചില ആളുകൾ വേഗം OPയിലെത്തും, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടാലും OPയിലെത്തി കാണിക്കും. എന്നാൽ ചില ആളുകളാവട്ടെ വായിൽ ചെറിയ മുറിവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് തനിയെ ഉണങ്ങുമെന്ന് വെയിറ്റ് ചെയ്ത് വളരെ വൈകിപ്പോയി ക്യാൻസറിലേക്കൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് OPയിൽ വരാറ്. അപ്പോൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് വായുടെ ഉള്ളിൽ സാധാരണ കാണുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ഇതൊരു ക്യാൻസർ അല്ല, അതല്ലെങ്കിൽ ചികിത്സ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലൊന്നാണ് ജോഗ്രാഫിക്കൽ ടങ്, നാവിന്റെ പുറത്ത് ഭൂപടം വരച്ച പോലെയുള്ള ഒരു അവസ്ഥ. ഇതിന് ചികിത്സ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന വായ്പുണ്ണ് അഥവാ ആഫ്റ്റർ സൾസേഴ്സ്. പിന്നെയുള്ളത് നമ്മൾ ഭക്ഷണ സാധനമൊക്കെ ഇട്ട് അറിയാതെ കടിച്ചു പോകുമ്പോൾ വരുന്ന ചീക്ക് ബൈറ്റ്. പിന്നെ ഒന്നുള്ളത് ഫിഷർ ടങ്, നാവിന്റെ പുറത്ത് അവിടെ എവിടെയായിട്ട് വരകൾ വരച്ചതുപോലെ കിടക്കുന്നത്. പിന്നെ വായുടെ ഉള്ളിൽ ഈ പല്ലിന്റെ ലൈൻ വന്നിട്ട് ഒരു ലീനിയ ആൽബ പോലെ ഉണ്ടാവാം. ഇതും നമ്മൾ എമർജൻസി ട്രീറ്റ്മെന്റോ അതല്ലെങ്കിൽ യാതൊരു ട്രീറ്റ്മെന്റും ആവശ്യമില്ലാത്ത ഒന്നാണ്. പിന്നെയുള്ളത് നാവിന്റെ പുറത്തോ അതല്ലെങ്കിൽ വായുടെ ഉള്ളിലൊക്കെ ചെറിയ മറുകുകൾ പോലെ പ്രത്യക്ഷപ്പെടാം. ഇതും നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അണ്ണാക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു എല്ല് വളർന്നു പോലെ നിൽക്കുന്ന പാലറ്റൽ ടോറസ്, എൻ്റെ വായിലുമുണ്ട് ഇങ്ങനെ ഒരെണ്ണം. അതുപോലെ തന്നെ നമ്മുടെ താടിയെല്ലിന്റെ മുകൾ ഭാഗത്തായിട്ടും ഈ ടോറസ് കാണാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നോർമൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പലപ്പോഴും OPയിൽ ചില ആളുകൾ വരാറ് വായ തുറന്ന് നോക്കുമ്പോൾ രണ്ട് വശത്തുമായിട്ട് ചെറിയ ചെറിയ കുത്തുകൾ കാണാം. ഫോർഡൈ സ്പോട്ട്സ് എന്നാണ് ഇതിന്റെ പേര്. ഇതിനും നമ്മൾ പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കേണ്ട. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് അബ്നോർമാലിറ്റിക്ക് വേണ്ടിയാണ് നോക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വായുടെ ഉള്ളിൽ എങ്ങനെ സ്വയ പരിശോധന നടത്തണം? ഒരു ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സ്വയ പരിശോധന നടത്തുകയും ചെയ്യാം. വായുടെ ഉള്ളിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്? ഏറ്റവും ആദ്യം നമ്മുടെ ചുണ്ടുകൾ, താഴെ ചുണ്ടും മേലെ ചുണ്ടും ചുണ്ടിന്റെ ഉള്ളിലെ ഭാഗമൊക്കെ ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കുക. അവിടെ എന്തെങ്കിലും മുറിവുകളോ തടിപ്പുകളോ ഉണ്ടോ എന്ന് നോക്കാം. സാധാരണ ഈ ചുണ്ടില് മ്യൂക്കസ് റിട്ടൻഷൻ സിസ്റ്റുകൾ വരാറുണ്ട്, വെള്ളത്തുള്ളി വീങ്ങി നിൽക്കുന്നത് പോലെ. എപ്പോഴും ഇങ്ങനെ ചുണ്ട് കടിക്കുന്നവരിലൊക്കെ ഇത് കാണാറുണ്ട്. ഇതും പ്രത്യേകിച്ച് ഭയപ്പെടാനില്ലാത്തൊരവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മുടെ നാവിൻ്റെ 2 വശങ്ങളും അതുപോലെ തന്നെ നാവ് പൊക്കി നോക്കുമ്പോൾ അണ്ടർ സർഫസ് ഓഫ് ടങ് വിളിക്കുന്ന ഭാഗം. അപ്പോൾ ഈ 3 ഭാഗവും നാവിൻ്റെ ശരിക്കും നോക്കുക. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നാവ് നല്ലവണ്ണം പുറത്തേക്കിട്ട ശേഷം ഇരുഭാഗങ്ങളും നാവിൻ്റെ അടിവശവും ഒന്ന് നോക്കാം. പിന്നെയുള്ളത് ബക്കൽ മ്യൂക്കോസ എന്ന് വിളിക്കുന്ന ഭാഗം, നമ്മുടെ കവിളിൻ്റെ ഉൾഭാഗത്തായിട്ട് 2 വശത്തുമുള്ള ബക്കൽ മ്യൂക്കോസ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോർഡൈ സ്പോട്ട്സ് വരാനുള്ള സാധ്യതയുള്ളത്. ഇത് വളരെ നോർമൽ ആണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ള മുറിവുകൾക്കും തടിപ്പുകൾക്കും വേണ്ടിയൊക്കെയാണ് നമ്മൾ പരിശോധന നടത്തുന്നത്. പിന്നെയുള്ളത് മോണയുടെ ഭാഗം, മുകളിലത്തെ മോണയുടെ ഭാഗം, താഴത്തെ മോണയുടെ ഭാഗം, മുൻവശം തൊട്ട് ബാക്ക് വരെ ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കാം. ഇവിടെ എപ്പോഴും ഹിഡൻ ആയിട്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. 3ാമത്തെ അണപ്പല്ലിന്റെ പിൻഭാഗത്തായിട്ട് കാണുന്ന റിട്രോമോളാർ ട്രൈഗോൺ. ഈ ഏരിയ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മൾ പരിശോധിച്ച് നോക്കാൻ. പിന്നെയുള്ളത് അണ്ണാക്ക് തന്നെ വളരെ ഹാർഡായിട്ടുള്ള ഹാർഡ് പാലറ്റുമുണ്ട്, സോഫ്റ്റ് ആയിട്ട് പിന്നിലേക്ക് പോകുമ്പോഴുള്ള സോഫ്റ്റ് പാലറ്റും. ഈ 2 ഭാഗത്തും ഒന്ന് ടോർച്ചൊക്കെ അടിച്ച് അവിടെ എന്തെങ്കിലും ഹംസോ ബംസോ ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇനിയും പിന്നിലോട്ട് പോകുമ്പോൾ വാ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ നേരെ കാണുന്ന 2 ഭാഗമാണ് ടോൺസിലുകൾ. ഈ ടോൺസിലിന് പുറത്ത് എന്തെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടോ, 2 ടോൺസിലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇത്തരം കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഒന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മാത്രം മതിയോ? പോരാ. കൈയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയ ശേഷം നാവിൻ്റെ അറ്റവും നാവിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തടിപ്പുകളുണ്ടോ, അതല്ലെങ്കിൽ ഈ ബക്കൽ മ്യൂക്കോസയിൽ തൊട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും റഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലും തൊടുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊടുമ്പോൾ തൊടുന്നത് നമ്മൾ അറിയാതിരിക്കുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് നോക്കണം. പിന്നെ ഈ വായിലെ ക്യാൻസറുകൾ പലപ്പോഴും കഴുത്തിലെ മുഴകളായിട്ട് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഈ ഒരു സ്വയ പരിശോധനയുടെ കൂടെ നമ്മുടെ കൈവിരലുകൾ ഓടിച്ച് കഴുത്തിൻ്റെ മുകൾ മുതൽ താഴെ വരെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ താടിയല് മുതൽ താഴോട്ട് ഒന്ന് എന്തെങ്കിലും കഴലകളുണ്ടോ, ചെറിയ മുഴകൾ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം.
ഇതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, വായ തുറക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുമ്പോൾ തടസ്സമുണ്ടോ, അതുപോലെ തന്നെ ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. ഇതൊക്കെയാണ് വായിലെ ക്യാൻസറുകൾക്ക് വേണ്ടി നമ്മൾ സ്വയപരിശോധന നടത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംശയാസ്പദമായ എന്തുണ്ടെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കാൻ മടി കാണിക്കരുത്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു മുറിവായിരിക്കും കാണുന്നുണ്ടാവുക. ഈ മുറിവ് കണ്ടു കഴിഞ്ഞാൽ ഇത് 1 സെന്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുണ്ടെങ്കിൽ ഇതൊരു അപകട സൂചനയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, പിന്നെ അതിനെ തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ബേസ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല, കുറച്ച് കല്ലിപ്പ് തോന്നുന്നുണ്ട്, അവിടെ തടിപ്പ് അനുഭവപ്പെടുന്നുണ്ട്, അപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തൊട്ട് നോക്കുമ്പോൾ അതിൽ നിന്ന് ബ്ലീഡിങ് വരുന്നു, രക്തം ഒലിക്കുന്നുണ്ട്, അതിൽ തൊടുമ്പോൾ തരിപ്പുണ്ട്. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇതൊരു അപകട ലക്ഷണമാണെന്ന് മനസ്സിലാക്കി ഡോക്ടറെ സമീപിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. അപ്പോൾ വായിലെ ക്യാൻസറുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വയപരിശോധന നടത്തി വളരെ വേഗത്തിൽ ഡിറ്റക്റ്റ് ചെയ്യാം. വളരെ വേഗത്തിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഫലപ്രദമായിട്ടുള്ളൊരു ചികിത്സ ഉള്ള ഒരു കാര്യമാണ് വായിലെ ക്യാൻസറുകൾ. മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ടോർച്ചടിച്ച് ചെയ്തു നോക്കിയാൽ നേരത്തെ തന്നെ ഈ രോഗം ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വായിൽ എന്തെങ്കിലും തടിപ്പോ അതല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവോ ഒക്കെ മൂലം ബുദ്ധിമുട്ടുന്ന ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.